ഇതിൽ ഇനിയുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ നിങ്ങൾ കേട്ടോ. മനാഫ് എന്ന് പറഞ്ഞ വ്യക്തി അർജുൻ എന്ന് പറഞ്ഞ പേരിൻ്റെ ഒപ്പം തന്നെ വളർന്നു. എങ്ങനെ വളർന്നു? ഞാൻ ചോദിക്കുന്നത് എങ്ങനെ വളർന്നു? ഇത് പറയുമ്പോൾ പലരും ഇനിയിപ്പോൾ എന്നെ വിമർശിക്കും, പൂര തെറിയായിരിക്കും കമൻറ്റ് ബോക്സിൽ. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന 1-2 പേരുണ്ടെങ്കിൽ എനിക്കത് മതി. ഷിരൂർ അപകടം നടക്കുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്ത് തുടങ്ങാൻ 1-2 ദിവസം കഴിഞ്ഞിട്ടാണ്. ഓക്കെ, മാധ്യമങ്ങൾക്ക് ആവശ്യം എന്താ? ഇവിടുത്തെ ന്യൂസ് ചാനലുകൾക്ക് ആവശ്യം എന്താ? സ്പോക്സ് പേഴ്സൺ, ഒരാൾ സംസാരിക്കാൻ വരണം. ഇതാണ് അവരുടെ ആവശ്യം. അർജുൻ എവിടെയെന്ന് അറിയാതെ, അർജുൻ്റെ ട്രക്ക് എവിടെയെന്ന് അറിയാതെ, അർജുൻ്റെ ഫാമിലിയിൽപ്പെട്ട ബ്രദറോ അളിയനോ സിസ്റ്ററോ ആ ഇമോഷൻ്റെ സമയത്ത് ഏതെങ്കിലും ഒരാൾ ചാനലിൽ ഇങ്ങനെ 24 മണിക്കൂർ കയറി ഇറങ്ങി സംസാരിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ നമ്മുടെയൊക്കെ ഫാമിലിയിൽ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിലുള്ളവർ ഇങ്ങനെ ന്യൂസ് ചാനലിൽ കയറി സംസാരിക്കുമോ? ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള അർജുൻ്റെ വീട്ടുകാർ ഇന്നലെ ഒരു വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. അപ്പോൾ ആ വാർത്താ സമ്മേളനത്തിൽ ഇവർ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളതെല്ലാം അർജുൻ്റെ ലോറി ഓണറായിട്ടുള്ള മനാഫിനെതിരെയാണ്. മനാഫ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് പലതും ചെയ്തു, പൈസ പിരിവ് നടത്തി, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ ഒരുപാട് എലിഗേഷൻസ് ആണ് നമ്മുടെ അർജുൻ്റെ വീട്ടുകാർ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അർജുൻ്റെ വീട്ടുകാർ ഇങ്ങനെ ഉന്നയിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മനാഫ് അർജുൻ്റെ ബോഡി കിട്ടിയതിന് ശേഷം ഒരുപാട് ഇൻ്റർവ്യൂ കൊടുത്തു, അല്ലെങ്കിൽ ചോദിക്കുന്നവരോടെല്ലാം ഒരുപാട് കാര്യങ്ങൾ, അതായത് മനാഫ് എന്ന് പറയുന്ന ഒരു മുതലാളി അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകൻ്റെ വിയോഗത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് വേണ്ടി അദ്ദേഹത്താൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യാമെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ ഓരോ ഇൻ്റർവ്യൂവിലും പറഞ്ഞത്. അല്ലാതെ എനിക്ക് നിങ്ങൾ പൈസ തരണം അല്ലെങ്കിൽ എന്നെ നിങ്ങൾ പൊക്കിക്കൊണ്ടു പോകണം അങ്ങനെയൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പം മനാഫ് ഓരോ ഇൻ്റർവ്യൂവിലും വീട്ടുകാരെ സഹായിക്കും, അമ്മേനെ സഹായിക്കും, കുട്ടീനെ സഹായിക്കും, അല്ലെങ്കിൽ വീട്ടുകാരെ ജീവിതകാലം മുഴുവൻ നോക്കിക്കോളാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിങ്ങനെ പറയുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം കേട്ട സമയത്ത് ഇപ്പം നിലവിൽ അർജുൻ്റെ വീട്ടിലുള്ള അർജുൻ്റെ അളിയനാണെങ്കിലും അനിയനാണെങ്കിലും വീട്ടുകാർക്കാണെങ്കിലും ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും എന്താണെന്നറിയില്ല, ഒരു ഈഗോ ക്ലാഷ് അടിച്ചതാണോ എന്താണെന്നറിയില്ല, ഇപ്പോൾ അവർക്കൊരു ചെറിയൊരു വിഷമം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇന്നലെ ഒരു വാർത്താ സമ്മേളനം നടത്തി. വാർത്താ സമ്മേളനത്തിൽ അവർ വ്യക്തമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മനാഫ് എന്ന് പറയുന്നത് ആ ലോറിയുടെ യഥാർത്ഥ ഓണർ അല്ലാന്ന്. ശരിയാണ്, മനാഫ് തന്നെ പറയുന്നുണ്ട് ഈ ലോറി RC ബുക്കുള്ളത് മനാഫിൻ്റെ അനിയൻ്റെ പേരിലാണെന്നുള്ളത്. അത് ഇതിലൊരു വലിയൊരു കഥയൊന്നുമല്ല. കാരണം വണ്ടികൾ വാങ്ങുന്ന സമയത്ത് സ്വന്തം പേരിൽ തന്നെ മേടിക്കണമെന്നൊന്നുമില്ല. ചിലപ്പോൾ അനിയൻ്റെ പേരിലോ അല്ലെങ്കിൽ വീട്ടുകാരുടെ പേരിലോ ആരുടെയെങ്കിലും പേരിൽ മേടിക്കും. അത് വേറൊരു കഥ. പിന്നെ മനാഫ് പറഞ്ഞൊരു കാര്യം, കുട്ടീനെ 4ാമത്തെ കുട്ടി, അതായത് മനാഫിൻ്റെ കുട്ടികളോടൊപ്പം തന്നെ വളർത്തും. അത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോയി വളർത്തും എന്നുള്ള രീതിയിലൊന്നും അല്ല അദ്ദേഹം പറഞ്ഞത്. അതായത് ആ കുട്ടീൻ്റെ പഠന ചിലവോ അല്ലെങ്കിൽ ജീവിത ചിലവെല്ലാം അത്യാവശ്യ കാലഘട്ടങ്ങളിൽ നോക്കും എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞത്. അല്ലാതെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി ഒരുമിച്ച് താമസിപ്പിക്കും എന്നുള്ള രീതിയിലല്ല. പക്ഷേ ഈ പറഞ്ഞതൊന്നും നമ്മുടെ അർജുൻ്റെ വീട്ടുകാർക്ക് അത്ര ദഹിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കത് വിഷമമായി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ അവരൊരു വാർത്താ സമ്മേളനം നടത്തി. അപ്പോൾ ഈ വാർത്താ സമ്മേളനം നടത്തുന്നതിന് ഒരു ദിവസം മുമ്പ് നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ കമൻറ്റ് ബോക്സ് എല്ലാം വായിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്താനുള്ള ബുദ്ധി പറഞ്ഞു കൊടുത്തത് നമ്മുടെ സീക്രട്ട് ഏജൻ്റ് ആണ് എന്നാണ് മൊത്തം കമൻറ്റ് ബോക്സ് മൊത്തം പറയുന്നത്. സത്യം എന്താണെന്ന് നമുക്കറിയില്ല. ചിലപ്പം പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷമം ഉണ്ടെങ്കിൽ നിങ്ങളൊരു വാർത്താ സമ്മേളനം വിളിക്കുക, എന്നിട്ട് കാര്യങ്ങൾ പറയുക എന്ന് വേണമെങ്കിൽ സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞിട്ടുണ്ടാവും. അതൊന്നും നമുക്കറിയുന്ന കേസല്ല. പക്ഷേ സീക്രട്ട് ഏജൻറ്റ് ഇന്നിട്ടൊരു വീഡിയോ മനാഫിനെ വളരെ അധികം മോശമായിട്ട് പറയുന്നുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനാഫ് എന്താണ് തെറ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് 10-72 ദിവസത്തോളം ആ ലോറി കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അർജുൻ്റെ ബോഡി കിട്ടാൻ വേണ്ടി ആ ഷിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ച് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും A to Z കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയ ഒരാളാണ് മനാഫ്. എൻ്റെ അറിവിൽ അതാണ്. അങ്ങനെ ചെയ്ത ഒരാളെ തെറ്റ് പറയേണ്ട അല്ലെങ്കിൽ ഒരു കുറ്റം പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, മനാഫിൻ്റെ ഭാഗത്തും കുറേ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ ഈ മീഡിയനെ കാണുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അതായത് 75,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നതാണ്, അപ്പം എത്ര ഇതാക്കിയിട്ടും അവർക്ക് ജീവിക്കാനുള്ള മാർഗം, അതായത് ഈ 75,000 കിട്ടിയിട്ടും അവർക്ക് ഒരുപാട് ചിലവുകളുണ്ടായിരുന്നു, എന്നിട്ട് അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതെന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇനി എങ്ങനെ അവർ മുന്നോട്ട് പോകും എന്നുള്ളതിൻ്റെ ആ ഒരു കൺസേണാണ് അവിടെ പുള്ളി സംസാരിക്കുമ്പം നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇങ്ങനെയെല്ലാം പറയുന്ന സമയത്ത് അർജുൻ്റെ ഇപ്പോൾ ഉള്ള വീട്ടിലുള്ള അളിയനാണെങ്കിലും അനിയനാണെങ്കിലും നാട്ടുകാർ കുറ്റം പറയും. അതായത് ഈ അർജുൻ്റെ പൈസയല്ല ഇവർ മേടിച്ച് പുട്ടടിച്ചു എന്നുള്ള രീതിയിൽ പറയും എന്നൊക്കെ ഉള്ളൊരു കൺസേൺ ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് അവർക്ക് ഈ ഒരു മനാഫിൻ്റെ പല ഇൻ്റർവ്യൂകളും വിഷമം വരുത്തിച്ചിട്ടുള്ളത്. ഇവർ നേരിട്ട് മനാഫിനെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം പറഞ്ഞ് ഇങ്ങനെ പറയരുത്,
ഇനി ഇങ്ങനെ സംസാരിക്കരുത്, അത് മോശമാണെന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു. വെറുതെ ഒരു പത്രസമ്മേളനം വിളിച്ച് കൂട്ടി ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ പറയേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും നാളും ഈ 72 ദിവസത്തോളം ഇവർക്ക് ആർക്കും ഒരു പരാതിയില്ലായിരുന്നു. മനാഫ് അവിടെ ഉണ്ടായിരുന്നു, ഈ പറയുന്ന തെരച്ചിലുകാരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ഒരാൾക്കും ഒരു കുറ്റവും പറയാനില്ല. അർജുൻ്റെ ബോഡി കിട്ടി, അത് സംസ്കരിച്ചു, ഇത്രയും ദിവസമായിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കുമാണ് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം പൊങ്ങി വരുന്നത്. ഇതെല്ലാം എങ്ങനെയാണ് പൊങ്ങി വരുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായാലും അർജുൻ്റെ വീട്ടുകാരുടെ വിഷമത്തിന് നമുക്കൊന്നും പറയാനില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നഷ്ടപ്പെടാനുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. ബാക്കിയുള്ളവരെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതെല്ലാം മറന്ന് അവരുടേതായിട്ടുള്ള ജീവിതത്തിലേക്ക് പോകും. സ്വന്തം അമ്മയും ഭാര്യയും അനിയനും അനിയത്തിയും ഇവരൊക്കെയാണ് ഈ ഒരു വിഷമം ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടത്. അപ്പം ഈ കമൻ്റ് ഇടുന്നവരും അല്ലെങ്കിൽ ഇവരെ കുറ്റം പറയുന്നവരും ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവരുടെ ഒരു വികാര ഇതിൽ പറയുന്നതായിരിക്കാം. അതായത് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിനുള്ള വിഷമത്തിൽ പറയുന്നതായിരിക്കാം. പക്ഷേ ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് കിടന്ന് ചിലർ കളിക്കുന്നുണ്ട്. അതായത് മനാഫ് ഇന്നതാണ് ചെയ്തത്, മനാഫ് നിങ്ങളെ ചതിച്ചു, മനാഫ് വെറുതെ ഉഡായിപ്പായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവരെ പിരികേറ്റി വിട്ട് അങ്ങനെയാണ് ഇവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനാഫിനെതിരെ വാർത്താ സമ്മേളനവും ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് മുന്നോട്ട് വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് ഇന്നലെ ഇട്ട ഒരു വീഡിയോയിൽ പറയുന്ന സംഭവം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിൽ ഇനിയുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ നിങ്ങൾ കേട്ടോ. മനാഫ് എന്ന് പറഞ്ഞ വ്യക്തി അർജുൻ എന്ന് പറഞ്ഞ പേരിൻ്റെ ഒപ്പം തന്നെ വളർന്നു. എങ്ങനെ വളർന്നു? ഞാൻ ചോദിക്കുന്നത് എങ്ങനെ വളർന്നു? ഇത് പറയുമ്പോൾ പലരും ഇനിയിപ്പോൾ എന്നെ വിമർശിക്കും, പൂര തെറിയായിരിക്കും കമൻറ്റ് ബോക്സിൽ. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന 1-2 പേരുണ്ടെങ്കിൽ എനിക്കത് മതി. ഷിരൂർ അപകടം നടക്കുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്ത് തുടങ്ങാൻ 1-2 ദിവസം കഴിഞ്ഞിട്ടാണ്. ഓക്കെ, മാധ്യമങ്ങൾക്ക് ആവശ്യം എന്താ? ഇവിടുത്തെ ന്യൂസ് ചാനലുകൾക്ക് ആവശ്യം എന്താ? സ്പോക്സ് പേഴ്സൺ, ഒരാൾ സംസാരിക്കാൻ വരണം. ഇതാണ് അവരുടെ ആവശ്യം. അർജുൻ എവിടെയെന്ന് അറിയാതെ, അർജുൻ്റെ ട്രക്ക് എവിടെയെന്ന് അറിയാതെ, അർജുൻ്റെ ഫാമിലിയിൽപ്പെട്ട ബ്രദറോ അളിയനോ സിസ്റ്ററോ ആ ഇമോഷൻ്റെ സമയത്ത് ഏതെങ്കിലും ഒരാൾ ചാനലിൽ ഇങ്ങനെ 24 മണിക്കൂർ കയറി ഇറങ്ങി സംസാരിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ നമ്മുടെയൊക്കെ ഫാമിലിയിൽ പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ ഫാമിലിയിലുള്ളവർ ഇങ്ങനെ ന്യൂസ് ചാനലിൽ കയറി സംസാരിക്കുമോ? ഇല്ല. ഈ വണ്ടീൻ്റെ യഥാർത്ഥ ഓണർ മുബീൻ, ഇയാൾ സംസാരിച്ചു കണ്ടിട്ടോ? ഇല്ല. മനാഫാണ് സംസാരിച്ചത്. ഇനി മനാഫ് സംസാരിക്കുന്നതിലേക്ക് എത്തിയ വഴിയും കൂടി ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ ഈ ന്യൂസ് മൊത്തമായി കണ്ടവരുണ്ടെങ്കിൽ, ഇത് ഫോളോ അപ്പ് ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കണക്റ്റ് ആവും. ഈ ഷിരൂർ ഈ അപകടം നടന്ന ന്യൂസുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് ന്യൂസും വരുന്ന സമയത്ത് ആദ്യം സംഭവിക്കുന്നത് എന്താ? ആദ്യം അവിടെ സംസാരിക്കുന്നത് ഗവൺമെന്റ് ഒഫീഷ്യൽസ് സംസാരിച്ചു, പിന്നെ അവിടുത്തെ കലക്ടർ സംസാരിച്ചു. ഇതിനിടയിൽ 1-2 പ്രാവശ്യം മാത്രമാണ് നമ്മൾ ആരെ കാണുന്നത്? ഈ ലോറിയായിട്ട് ബന്ധപ്പെട്ടവരോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ടവരോ ആരെങ്കിലും കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയണം. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത് രഞ്ജിത്ത് ഇസ്രായേലിനെയാണ്. രഞ്ജിത്ത് ഇസ്രായേലിന്റെ ആ ഒരു പോർഷൻ ഏറ്റവും കൂടുതൽ മീഡിയക്കൊക്കെ ഇങ്ങനെ രഞ്ജിത്ത് ഇസ്രായേൽ കുറെ ഫീഡ് ചെയ്തു. അതിനുശേഷം മീഡിയക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി ഒരാൾ ആവശ്യമായിരുന്നു. അങ്ങനെ പൊട്ടും പൊടിയായിട്ട് നിന്ന മനാഫ് പിന്നെ മെയിൻ സ്ട്രീമിലേക്ക് വരുന്നു. ഏറ്റവും കൂടുതൽ മീഡിയനായിട്ട് സംസാരിക്കുന്നത് മനാഫായി, സ്പോക്സ് പേഴ്സൺ ആയി മനാഫ്. അതായത് മനാഫിൻ്റെ സ്റ്റാഫിനെ രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മനാഫ് 72 ദിവസത്തോളം അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ മനാഫിന് ഒരു ലക്ഷ്യമുണ്ട്. അതായത് ആ അർജുനെ രക്ഷിക്കുക, അല്ലെങ്കിൽ അർജുൻ്റെ ബോഡി കിട്ടുക. അത് തന്നെയാണ് മനാഫിൻ്റെ അവിടെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. ഓക്കെ, ആ സമയത്ത് മനാഫ് ഇത് രക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മനാഫ് അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ 72 ദിവസം അല്ലെങ്കിൽ എത്രയോ ദിവസം ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്നെ നാട്ടുകാരെല്ലാവരും കൂടി പൊന്നാടയിട്ട് സ്വീകരിക്കും എന്നൊന്നും വിചാരിച്ചിട്ടല്ലല്ലോ മനാഫ് ചെയ്തത്. ശരിയാണ്, വീട്ടുകാർക്ക് ഈ പറഞ്ഞ പോലെ മനാഫ് പോയി നിൽക്കുന്ന പോലെ നിൽക്കാൻ വേണ്ടി പറ്റില്ല. മനാഫ് ചെയ്തതുപോലെ തന്നെ വീട്ടുകാരും അവരെ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ആരും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ചെയ്ത ഒരാളെയാണ്, അതായത് ഇതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങി 10-72 ദിവസം വീട്ടിൽ പോലും പോവാതെ ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയ ഒരാളെയാണ് വെറുതെ വന്നിരുന്ന് കുറ്റം പറയുന്നത്. അതിൻ്റെ ആവശ്യമുണ്ടോ? ഒരു കാര്യമില്ല. കാരണം ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ചെയ്തൊരു പ്രവൃത്തിയാണ്. അതായത് സ്വന്തം സ്റ്റാഫിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് പുള്ളിക്കാർ ചെയ്തു. അത്രയേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. അതിനാണിപ്പം വെറുതെ നാട്ടുകാരെല്ലാം കൂടിയിട്ട് ഇത് പ്രശ്നമാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലോട്ട് മതം കടന്നു വരുന്നുണ്ട്, രാഷ്ട്രീയം കടന്നു വരുന്നുണ്ട്. ഇത്രയും നാൾ ഇതൊന്നും ഇല്ലായിരുന്നു. അതായത് ഈ പറയുന്ന ബോഡി കിട്ടുന്നത് വരെയോ ലോറി കിട്ടുന്നത് വരെയോ ഒന്നും മതവും ഇല്ല, രാഷ്ട്രീയവും ഇല്ല, ഒന്നുമില്ല. ഈ പറയുന്ന എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അർജുനെ കിട്ടണം, ജീവനോടെ തന്നെ കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ്
ഈ അടക്കെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനുമാണ് മതം കയറി വരുന്നതും രാഷ്ട്രീയം കയറി വരുന്നതും. ഈ പറയുന്ന സീക്രട്ട് ഏജൻറ്റ് തന്നെ, സീക്രട്ട് ഏജൻറ്റിന് എന്തോ അറിയാൻ പോലും ഇതിൻ്റെ അകത്ത് മതം ഇതാക്കി എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല. ശരിയാ, ചിലപ്പോൾ സീക്രട്ട് ഏജൻറ്റ് തോന്നുന്നത് അതായിരിക്കും. ചിലപ്പോൾ ഇതിൻ്റെ പുറകിൽ സംഘപരിവാർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതുണ്ടായിരുന്നു, മതം ഉണ്ടായിരുന്നു, ജാതി ഉണ്ടായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ ഇത് കഴിഞ്ഞ ദിവസം പോയി സീക്രട്ട് ഏജൻറ്റ് ഈ അർജുൻ്റെ അനിയൻ സീക്രട്ട് ഏജൻറ്റിനെ വിളിച്ചു എന്നാണ് പറയുന്നത്. വിളിച്ചിട്ട് വീട്ടിൽ ചെന്ന് അവരുടെ വിഷമം പറഞ്ഞു. ശരിയാണ്, അർജുൻ്റെ അനിയന് ചിലപ്പം വിഷമം ഉണ്ടായിരിക്കും. കാരണം എല്ലാവരും പറയുന്നത് മനാഫിനെയാണ്. മനാഫ് അതായത് രണ്ടാമത്തെ ദിവസം മുതൽ അതേ സ്ഥലത്ത് ഷിരൂരുണ്ടായിരുന്നു. ഉണ്ടായിക്കഴിഞ്ഞ് ഇത് കിട്ടിയപ്പം മനാഫിൻ്റെ ആ ഒരു വികാര തള്ളിച്ചയിൽ പല കാര്യങ്ങളും പറഞ്ഞു. അത് പുള്ളിക്കാരന് തോന്നിയ പല വികാരങ്ങളും അവിടെ പ്രകടിപ്പിച്ചു. പക്ഷേ ഇതൊന്നും അർജുൻ്റെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ അർജുൻ്റെ അനിയനോ ഒന്നും ചിലപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അത് നേരിട്ട് മനാഫിനെ വിളിച്ച് കാര്യം പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അതിന് ഇത്രയും ഒരു പത്രസമ്മേളനം വിളിച്ച് കൂട്ടി പറയാനും മാത്രം എന്ത് തെറ്റാണ് മനാഫ് ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. ഇനിയിപ്പം മനാഫ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മീഡിയനെ കാണാതിരിക്കുക, മീഡിയനെ കണ്ട് ഇതേപോലെ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. മനാഫ് എനിക്ക് തോന്നുന്നു വീട്ടുകാരെ കാണാൻ വേണ്ടി പോകുന്നുണ്ടെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനാഫിനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു, അത്രയേ ഉള്ളൂ. അതവിടെ കഴിഞ്ഞു വിടുക, അത്രയേ ഉള്ളൂ. മനാഫിനെ ആരും ഇതുവരെയും ഒരു തെറ്റായിട്ട് ഒരു രീതിയിലും പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ അർജുൻ്റെ വീട്ടുകാരെയും ആരും ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് ആണ് നഷ്ടപ്പെട്ടത്. അവർക്ക് അവരുടെ മകനെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ടു, ചേട്ടനെ നഷ്ടപ്പെട്ടു. ആ ഒരു വിഷമത്തോളം ഒന്നും വരില്ല. അതുകൊണ്ട് തന്നെ അവരവരുടെ ആ ഒരു വികാര തള്ളിച്ചയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നുള്ളതാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനെക്കുറിച്ച് മനാഫ് ഓൾറെഡി പറയുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അർജുൻ്റെ കേസ് നടക്കുന്ന സമയത്ത് അർജുൻ്റെ ഈ തെരച്ചിലിന് വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതൊന്നും ശരിക്കും പറഞ്ഞാൽ ഈ വാർത്താ സമ്മേളനത്തിൽ വന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം മനാഫ് തന്നെ പറയുന്നുണ്ട് മനാഫിന് ജീവിക്കണമെങ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി ചങ്ങായിക്ക് ഒരുപാട് പൈസ ഉണ്ട്, അല്ലെങ്കിൽ ഒരു മുതലാളി തന്നെയാണ്. അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയത് എന്തിനാണെന്ന് പുള്ളി പറയുന്നത് എന്താ വെച്ചാൽ, അതായത് അർജുനെ തെരച്ചിലിൻ്റെ സമയത്തുള്ള അപ്ഡേറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 10,000 സബ്സ്ക്രൈബേഴ്സ് മാത്രം ഉണ്ടായിരുന്ന ആ യൂട്യൂബ് ചാനൽ ഈ ഒരു വാർത്താ സമ്മേളനത്തോടു കൂടി ഇപ്പോൾ നോക്കുമ്പോൾ 1,24,000 25,000 ഒക്കെ കയറി പോയിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ്. കാരണം അത്രയും ആളുകൾ മനാഫിൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ പ്രഥമ ദൃഷ്ടിയ നോക്കുന്ന സമയത്ത് മനാഫ് ഒരു തെറ്റും ചെയ്തതായിട്ട് നമുക്ക് കാണുന്നില്ല. പിന്നെ അതിൻ്റെ പുറകിൽ വല്ല വേറെ എന്തെങ്കിലും ഉടായ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ക്യാഷ് കളക്ട് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തെളിവ് സഹിതം കേസ് കൊടുക്കുക, അകത്തിടുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വെറുതെ നമ്മൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം തെളിവുകൾ വെച്ച് ഒരു കേസ് കൊടുക്കുക. ഇപ്പോൾ ഓൾറെഡി മനാഫിനെതിരെ കർണാടക പോലീസ് ഒറ്റ കേസ് എടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങളുണ്ടെങ്കിൽ അത് കേസുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഈ വാർത്താ സമ്മേളനം ആദ്യം അർജുൻ്റെ വീട്ടുകാർ വെച്ചു, പിന്നെ മനാഫ് വെച്ചു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് എന്താണ്, അർജുനെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ കടമ്പ. അത് നമുക്ക് സാധിച്ചില്ല. പകരം അർജുൻ്റെ ബോഡി കിട്ടി, അത് നമ്മൾ സംസ്കരിച്ചു. അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും എല്ലാം മുന്നോട്ട് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടവർ ഞാനാണ്, അല്ലെങ്കിൽ നീയാണ്, നമ്മളാണ്, എൻ്റെ പേര് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇതൊരു ഇഷ്യൂ ആക്കി മുന്നോട്ട് കൊണ്ടുപോയി 2 പേരുടെ ലൈഫും വെറുതെ കുളവാക്കാൻ വേണ്ടി നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊരു സൗമ്യമായി പറഞ്ഞ് സംസാരിച്ച് നിങ്ങളിനി വാർത്താ സമ്മേളനം നടത്തരുത്, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് കുറ്റം പറയരുത്, അർജുനെക്കുറിച്ച് പറയരുത്, അർജുൻ്റെ ഫാമിലിനെ കുറിച്ച് പറയരുത് എന്നൊക്കെ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് ഇത്രയും വലിയൊരു ജാതി പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മതം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പാർട്ടി പറഞ്ഞിട്ടൊക്കെ വെറുതെ ഒരു ഇഷ്യൂ ആക്കി 2 പേർക്കും എന്തിനാണ് വെറുതെ വിഷമം കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത്? അതുകൊണ്ട് തന്നെ ഇനി ഇതിൻ്റെ പേരിലൊരു ഇഷ്യൂ ഇവർ തമ്മിൽ ഉണ്ടാവരുത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.